Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Vivo X50യുടെ PUBG ഗെയിമിംഗ് റിവ്യൂ ആണ്. നമുക്ക് PUBG എത്ര ഫ്രെയിം റേറ്റിൽ കളിക്കാനായിട്ട് സാധിക്കും, എത്ര ഗ്രാഫിക്സ് ലെവലിൽ നമുക്ക് X50യിൽ കളിക്കാനായിട്ട് സാധിക്കും എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഓവറോൾ പെർഫോമൻസ് PUBG കളിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ X50യിൽ കാണാനായിട്ട് സാധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വൈകാതെ Vivo X50യിൽ PUBG കളിച്ച് നോക്കാം. ഗെയിം കളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുത്തെ ബാറ്ററി ലെവൽ 73%, ടെമ്പറേച്ചർ 30.8 ഡിഗ്രി. PUBG Vivo X50യിൽ ഡിഫോൾട്ട് സെറ്റിംഗ്സ് വരുന്നത് HD ഗ്രാഫിക്സ് ഹൈ ഫ്രെയിം റേറ്റ് ലെവലാണ്. നമ്മൾ ബാലൻസ്ഡ് ഗ്രാഫിക്സിൽ കളിക്കുകയാണെങ്കിൽ നമുക്ക് അൾട്രാ ഫ്രെയിം റേറ്റിൽ വരെ കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. HDR ഗ്രാഫിക്സ് ലെവൽ നമുക്ക് നിലവിൽ ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ അല്ല. Vivo X50യിൽ സൂപ്പർ Amoled ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ഡിവൈസിൻ്റെ സ്ക്രീനിനുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല സ്ക്രീൻ സൈസ് ഉണ്ട് ഈ ഒരു ഡിസ്പ്ലേക്ക്. 6.56 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. ബാറ്ററി കപ്പാസിറ്റി 4200 mAhൻ്റെ Lithium-ion ബാറ്ററിയാണ് Vivo X50യിൽ വരുന്നത്. ബാറ്ററി നമുക്ക് കുറച്ച് കുറവാണെങ്കിലും 33 വോട്ടിൻ്റെ Vivo FlashCharge 2.0 സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്ത് പെട്ടെന്ന് ഫോൺ ചാർജ് ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 730 പ്രോസസ്സറാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഈ ഒരു ചിപ്സെറ്റ് നമുക്ക് അത്രയും പോസിറ്റീവായിട്ട് പറയുന്നൊരു ഘടകമൊന്നുമല്ല. നമ്മൾ മറ്റ് ബ്രാൻഡുകളുടെ ഡിവൈസുകൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചിപ്സെറ്റൊക്കെ ഒരു 20,000 രൂപ ബഡ്ജറ്റിൽ വരുന്ന ഡിവൈസുകളിലാണ് കാണുന്നത്. പക്ഷേ ഇവിടെ Vivo X50യിൽ 35,000 രൂപയുടെ ഈ ഒരു ഡിവൈസിലാണ് സ്നാപ്ഡ്രാഗൺ 730 പ്രോസസ്സറൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഡിവൈസ് അതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് തന്നെ ഗെയിമിംഗ് അല്ല, ഒരു ഫോട്ടോഗ്രാഫി മേഖല അങ്ങനെ ഒരു പർപ്പസായിട്ടാണ് ഈ ഒരു ഡിവൈസ് അവർ കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു വലിയ ഗെയിമിംഗ് ഫീച്ചേഴ്സുള്ള സ്പെക്കുള്ള ഒരു ഡിവൈസായിട്ട് ഒരിക്കലും ഇത് മാറില്ല. എന്തായാലും ഇത്രയും നല്ലൊരു ഡിവൈസ് ആയതുകൊണ്ട് ഗെയിമിംഗ് ഒക്കെ പക്കയായിട്ട് കളിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഗെയിമിംഗ് പെർഫോമൻസ് എന്തായാലും ഒരു 20 രൂപ ബഡ്ജറ്റിൻ്റെ ഫോണിൽ നമുക്ക് എന്താണോ കിട്ടുന്നത് ആ ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. 8GB റാമാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അത് നമുക്ക് 2 സ്റ്റോറേജ് വേരിയൻറ്റിൽ ലഭിക്കുന്നതാണ്. 128GB 256GB ഇൻറ്റേർണൽ വേരിയൻസിൽ. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ PUBG കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല.
അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ പബ്ജി കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. വേറെ ഇഷ്യൂസും ലാഗൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഫ്രെയിം ഡ്രോപ്സ് ആണെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് പബ്ജി കളിക്കുമ്പോൾ Vivo X50 നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഗെയിമിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ പക്ക തന്നെയാണ്. നമുക്കിതിൻ്റെ കൂടെ കിട്ടിയൊരു ഹെഡ്സെറ്റ് ഉണ്ട്, ഈ ബോക്സിൻ്റെ ഒപ്പം തന്നെ കിട്ടിയൊരു ഹെഡ്സെറ്റ് ഉണ്ട്. അത് നമുക്കത്ര കംഫർട്ടബിൾ അല്ല, അത്ര എന്താ പറയുക സ്മൂത്തായിട്ടുള്ള ക്വാളിറ്റി അല്ല അതിനുള്ളത്, സ്മൂത്തായിട്ടുള്ള സൗണ്ട് പ്രൊഡക്ഷൻ അല്ല അതിനകത്ത് കിട്ടുന്നത്. നമുക്ക് വേറെ ഏതെങ്കിലും ഹെഡ്സെറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഓഡിയോയുടെ കേസിൽ. തീർച്ചയായിട്ടും പബ്ജി പോലൊരു ഗെയിം കളിക്കുമ്പോൾ നമ്മൾ നല്ലൊരു ഹെഡ്സെറ്റ് വെച്ചിട്ട് വേണം കളിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗെയിമിങ്ങിൻ്റെ ഈ നമ്മളെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവാതെ വരും ഏത് സൈഡിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കാൽപ്പെരുമാറ്റം കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഹെഡ്സെറ്റ് വെച്ചാലാണ് അതൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാണ്ട് നമുക്ക് കളിക്കാം, പക്ഷേ ഒരു പക്ക ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൂടി കളിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അത് ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന ഹെഡ്സെറ്റ് വെച്ചിട്ട് നമുക്കത് അത്ര പെർഫെക്റ്റ് അല്ല. കാരണം നമ്മൾ 500 രൂപയുടെ ബോട്ടിൻ്റെ ഒരു ഹെഡ്സെറ്റ് ഇവിടെ ഓഫീസിലിരിക്കുന്നുണ്ട്. ആ ഒരു ഡിവൈസ് വെച്ചിട്ട് നമ്മൾ കളിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതിനകത്തൊരു ഹെഡ്സെറ്റിൻ്റെ ഒരു മൂല്യം എന്ന് പറഞ്ഞാൽ ഒരു 300 രൂപയുടെ മൂല്യമുള്ളൊരു ഹെഡ്സെറ്റാണ് ബോക്സിൻ്റെ ഒപ്പം ലഭിക്കുന്നത്. ബോക്സിൻ്റെ ഒപ്പമുള്ള ഹെഡ്സെറ്റ് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് മറ്റൊരു പോസിറ്റീവ് സൈഡ് ഈ ഒരു ഡിവൈസിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് കമ്പാരിറ്റീവ്ലി മറ്റ് ഡിവൈസുകളെ വെച്ചിട്ട് കുറവാണ്. കാരണം നമ്മൾ റൂം ടെമ്പറേച്ചർ 27-28 ഡിഗ്രിയിൽ കളിക്കുമ്പോൾ സാധാരണ ഡിവൈസുകളൊക്കെ 39, 40, 42, 43 വരെയൊക്കെ ഹീറ്റിംഗ് പോവാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഒരു 37-38 ഡിഗ്രി വരെയൊക്കെയാണ് പോയിട്ടുള്ളൂ. ഇവിടെ നമ്മളിപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ ഗെയിം കളിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 66% ആണ്. അപ്പോൾ ചാർജ് കൺസ്യൂം ചെയ്തിരിക്കുന്ന ഏകദേശം 8 to 9% ആണ് നമ്മളൊരു 1/2 മണിക്കൂർ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ കൺസ്യൂം ചെയ്യുന്നത്. അതുപോലെ ടെമ്പറേച്ചർ 37.4 ഡിഗ്രിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റിംഗ് കമ്പാരിറ്റീവ്ലി മറ്റ് ഡിവൈസുകൾ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.